അയന, വെൽക്കം ടു VMC മലയാളം ബേബി. അയന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാൻ ഇനി +1. ഓക്കെ. എപ്പോഴാ മോള് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയേ? ജനുവരി 1 തൊട്ടാണ് ഞാൻ വെജിറ്റേറിയൻ ആയിട്ട് തുടങ്ങിയത്. ജനുവരി 1 തൊട്ടാണ്. ഓക്കെ. അപ്പോ വെജിറ്റേറിയൻ ആയതിനു ശേഷമാണോ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് മോള്? അതെ അല്ലെ. അപ്പോ എങ്ങനെയുണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോ? എന്ത് തോന്നുന്നു? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയേ? ഞാൻ ഫസ്റ്റ് തന്നെ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ഞാൻ ഒരു കണ്ണ് കണ്ടു. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. ഫുൾ ഡാർക്കിൽ ഒരു കണ്ണ് കണ്ടു. പിന്നെയും ഞാൻ കുറെ ദിവസങ്ങളിൽ ഇരുന്ന് കണ്ടപ്പോ ആ കളറ് ഒരു ഗോൾഡൻ കളറ് ആയിട്ട് കണ്ടു. പിന്നെ അങ്ങനെ അത് കണ്ടു. പിന്നെ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസസ് വന്നില്ലേ? ഒരുപാട് വന്നു. അപ്പൊ അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഒക്കെ വന്നപ്പോ ഈ മെഡിറ്റേഷനെ കുറിച്ച് എന്താണ് തോന്നിയത്? മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശൂന്യമല്ലേ? ശൂന്യം. അപ്പൊ ആ ശൂന്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ എന്ത് തോന്നി? നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. എന്ത് മനസ്സിലായി അയനയ്ക്ക് അതിനെ കുറിച്ച്? നമ്മള് ഇപ്പൊ കാണുന്ന ഒരു ഇതല്ല നമ്മുടേതായ ഒരു ഒറിജിനാലിറ്റിയാ, അസ്തിത്വം അല്ലേ? ഓക്കെ. അപ്പൊ ഈ വയസ്സില് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ ബേബി? ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മളേതായ ഒരു ഇത് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ തന്നെ ശ്വാസത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇത് നമുക്ക് ഫീൽ ആവും. എന്താണ് ഫീൽ ആയത്? നല്ലൊരു സമാധാനം. പിന്നെ നമുക്ക് പഠനത്തിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും. അങ്ങനെയെല്ലാം നമുക്ക് ഇതിലൂടെ കിട്ടും. ഓക്കെ. അപ്പൊ പഠിക്കാനൊക്കെ ഇപ്പൊ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തോന്നുന്നുണ്ടോ? അതോ പഠിച്ചതൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ടോ? പഠിച്ചതൊക്കെ ഓർമ്മ കിട്ടാം. ഓക്കെ. അപ്പൊ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് ബെനിഫിറ്റ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? ഓക്കെ. അപ്പൊ ഈ നോൺ വെജ് നിർത്താൻ തോന്നിയത് എങ്ങനെയാ? നോൺ വെജ് ആദ്യമേ ഞാൻ അങ്ങനെ കഴിക്കാറില്ലായിരുന്നു. പിന്നെ വീട്ടില് അവരെങ്ങനെ പറയുമ്പോ കഴിക്കുമായിരുന്നു. പിന്നെ അമ്മ നിർത്തി ഫസ്റ്റ്. അപ്പോഴേ എനിക്ക് നിർത്തണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അപ്പൊ പറഞ്ഞു ഈ വർഷം തുടങ്ങട്ടെ, അന്ന് ഞാൻ ഫുള്ള് കംപ്ലീറ്റ്ലി എന്തായാലും നിർത്തും എന്ന് പറഞ്ഞു. ഈ വർഷം തൊട്ട് ഞാൻ ഫുള്ളായിട്ട് നിർത്തി. അതെ അല്ലേ? അതിനുശേഷം ഞാൻ എന്റെ കൂടെ ഉള്ളവരെ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ അല്ലാത്ത ഐറ്റംസ് കഴിക്കാറുള്ളൂ. ഓക്കെ. അപ്പൊ അവരൊക്കെ കഴിക്കുന്നത് തോന്നുമ്പോ അല്ലെ കാണുമ്പോ ഇതുവരെ കഴിക്കാൻ തോന്നിയിരുന്നു. ഇപ്പൊ മാറ്റിയതിനു ശേഷം മനസ്സ് പണിയെടുക്കുന്നില്ല? എനിക്കത് കഴിക്കാൻ തോന്നുന്നില്ല. എന്തുകൊണ്ടാന്നറിയോ? മോള് മെഡിറ്റേഷൻ ചെയ്ത് ശക്തി സമ്പാദിച്ചുകൊണ്ടിരിക്കല്ലേ. ശക്തി ഇല്ലാത്തവർക്ക് മാറാൻ പറ്റില്ല ബേബി. ഒരു തീരുമാനം എടുക്കണമെങ്കിലും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരും ഒരുപാട് ശക്തിയുള്ളവർക്ക് മാത്രമേ പറ്റൂ, അല്ലേ? അതാണ്. ഓക്കെ. സൂക്ഷ്മമായിട്ടുള്ള രഹസ്യങ്ങളാട്ടോ അതൊക്കെ. അപ്പൊ പിന്നെ ഫ്രണ്ട്സിനോട് പറയാറുണ്ടോ അതൊന്നും കഴിക്കരുത് എന്നൊക്കെ? ഞാൻ പറയാറുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നത് നമ്മുടേതായ നമ്മുടെ ഇപ്പൊ വേണ്ടപ്പെട്ട ആരെയും നമ്മൾ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. അതുപോലെ തന്നെ ഒരു പക്ഷെ നമ്മുടെ ആരെങ്കിലും ഒക്കെ ആവാം ആ ജീവികളും. അതായത് നമ്മളുടെ ബന്ധുക്കളെ നമ്മൾ കഴിക്കാത്തതുപോലെ തന്നെ അല്ലേ? അതേപോലെ നമ്മുടെ പക്ഷിമൃഗാദികൾ അവർ നമ്മുടെ വേണ്ടപ്പെട്ടവർ തന്നെയാണ്, അതുകൊണ്ട് കഴിക്കരുത്. അങ്ങനെയാണ് ചിന്തിച്ചു വെച്ചിട്ടുള്ളത്. വെരി ഗുഡ് ബേബി. ഓക്കെ. പിന്നെ നമ്മൾ മരിച്ചാൽ എന്താ ചെയ്യാ? അതിനെ കുഴിച്ചിടും അല്ലെങ്കിൽ കത്തിക്കും അല്ലേ? ശവശരീരം. പക്ഷെ ഈ മീനും ഈ കോഴിയും ആടും എല്ലാം എന്താണ്? ശവമല്ലേ? പക്ഷെ ആ ശവത്തെ കത്തിച്ചു കളയാതെ അതിനെ തിന്നാൻ വേണ്ടി കൊല്ലുകയും ആ കൊന്ന ശവാഹാരത്തെ നമ്മൾ ഭക്ഷിച്ചത് നമ്മുടെ ഈ ദേഹം എന്ന ദേവാലയത്തെ ശ്മശാനമാക്കുകയും ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത് മോളോ? ഒരു ഇതുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പക്ഷേ ഇതിനു മുമ്പ് അതൊക്കെ ആയിരിക്കാം. യെസ്. അതായത് നമ്മൾ ഈ പക്ഷിമൃഗാദികളൊക്കെ ആയിട്ടാണ് ഈ അവസാനം ഈ ജന്മം എടുത്തിട്ടുള്ളത്, മനുഷ്യ ജന്മം അല്ലേ? അപ്പോ നമ്മളെ അവരെ കാത്തുരക്ഷിക്കേണ്ടവരല്ലേ? നമ്മുടെ സഹോദരരല്ലേ അവര്? അതൊക്കെ മനസ്സിലാക്കാൻ ഉണ്ണിക്ക് പറ്റിയത് എപ്പോഴാ? മെഡിറ്റേഷനിലേക്ക് വന്നതിന് ശേഷം. ഓക്കെ. അപ്പൊ ഈ മെഡിറ്റേഷൻ എന്നുള്ളത് ഓരോ കുട്ടികളും അത് വളരെ ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതെ. കാരണം ഇത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ ഈ പ്രപഞ്ചം മനസ്സിലാക്കാൻ പറ്റും. പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? സത്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പവിത്രമായ തിരിച്ചറിവുകളോടുകൂടി, അതായത് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട് ഈ വയസ്സില്. അതിൽ സംതൃപ്തി ഉണ്ടോ? ഓക്കെ. അപ്പൊ എല്ലാവരോടും, എല്ലാ കുട്ടികളോടും ധ്യാനം ചെയ്യാൻ പറയും. എല്ലാവരും ധ്യാനം ചെയ്യണം. ധ്യാനം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിനെ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. യെസ്. യൂണിവേഴ്സൽ ലോസിനെ നമുക്ക് ആചരിക്കാൻ പറ്റും, അനുസരിക്കാൻ പറ്റും അല്ലേ? പിന്നെ കർമ്മ സിദ്ധാന്തത്തെ കുറിച്ചും കാര്യകാരണ സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ മനസ്സിലായോ? അതൊക്കെ എല്ലാവരുടെയും അത് കറക്റ്റ് നോക്കിയാൽ. അതെ. കർമാനുസാരം നമ്മൾ ചെയ്യുന്ന
പ്രവർത്തനം, അതായത് സത്കർമ്മങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാവുന്നത്. ദുഷ്കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ രോഗങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടാവുമെന്ന് മനസ്സിലായോ ബേബി? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മളെല്ലാവരെയും സ്നേഹിക്കുക, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവാതെ എല്ലാവർക്കും പറ്റുമെങ്കിൽ പരമാവധി ഉപകാരം ചെയ്ത് സേവ ചെയ്ത് നന്മകൾ ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഈ ഭൂമിയുടെ എല്ലാവിധ അനുഗ്രഹാശിസുകളും ഉണ്ടാവും, ഇല്ലേ? അപ്പൊ അതിന് നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണോ ധ്യാനം? അപ്പൊ നമ്മളുടെ അന്തരംഗമാണ് ശുദ്ധീകരിക്കേണ്ടതല്ലേ? അപ്പൊ എല്ലാവരും ധ്യാനം ചെയ്യട്ടെ, അല്ലേ മോളെ? യെസ്, എല്ലാവരും ചെയ്തിരിക്കണം. എല്ലാവരും വെജിറ്റേറിയൻ ആയിരിക്കണം, അല്ലേ? താങ്ക് യു ബേബി, താങ്ക് യു.